കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് 21 തെരഞ്ഞെടുപ്പിന് കൊയിലാണ്ടിയിലാകുന്നു എന്ന് തോന്നുന്നു. അതോ കണ്ണൂരിലെ ഏതോ മണ്ഡലത്തിലാണ് സച്ചിൻ ദേവ് എം.എൽ.എയുടെ മണ്ഡലത്തിൽ ധർമ്മജൻ ബോൾഗാട്ടിയെ മത്സരിപ്പിച്ചു കോൺഗ്രസ്സുകാർ. ധർമ്മജൻ ബോൾഗാട്ടി മത്സരിച്ചപ്പോൾ രമേഷ് പിഷാരടിയൊക്കെ പോയി ഇലക്ഷൻ പ്രചരണമൊക്കെ നടത്തിയെങ്കിലും ബോൾഗാട്ടി 8 നിലയിൽ പൊട്ടി. ജഗദീഷ് മത്സരിച്ചു, പൊട്ടി. അപ്പോൾ ഗണേഷ് ഒഴിച്ചുള്ള നടന്മാരൊന്നും, മുകേഷ് വന്നു, അത് CPM-ൻ്റെ കോട്ടയിലാണ് വന്നത്. ഗണേഷ് പിന്നെ അല്ലാതെ പത്തനാപുരത്ത് NSSൻ്റെയൊക്കെ സപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട്. അല്ലാതെ വലിയതായിട്ട് വരാനുള്ള സാധ്യത ഇല്ലാതിരുന്നപ്പോഴാണ് ഇപ്പോൾ പാലക്കാട് കേൾക്കുന്നൊരു പേരാണ് രമേഷ് പിഷാരടിയുടെ. രമേഷ് പിഷാരടി നല്ല കൊമേഡിയനാണ്, നല്ല പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ്. നമ്മുടെ ആര്യയുമായിട്ടും മുകേഷുമായിട്ടൊക്കെ ചേർന്ന് ഏഷ്യാനെറ്റിൽ മനോഹരമായ കോമഡി പരിപാടിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല മനുഷ്യനാണ്. എനിക്ക് പേഴ്സണലായിട്ടുമൊക്കെ ഞാൻ അദ്ദേഹവുമായിട്ട് ചില പരിപാടികളിലൊക്കെ ഈ കടുത്തുരുത്തിക്കാരനാണെന്ന് തോന്നുന്നു, കടുത്തുരുത്തിയിൽ പങ്കെടുത്തിട്ടുമുണ്ട്. മോൻസ് ജോസഫിൻ്റെ ചില പരിപാടികളിലൊക്കെ MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ചില പരിപാടികളിലൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് രമേഷ് പിഷാരടിയെ. പക്ഷേ അദ്ദേഹം പാലക്കാട് മത്സരിക്കുന്നു എന്ന് നോക്കുന്നു. അപ്പോൾ ശോഭ ചേച്ചിയുടെ കാര്യം തീരുമാനമായി. ശോഭ ചേച്ചി വലിയ വോട്ടിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. കാരണം ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിക്കാൻ പറ്റിയ ബെസ്റ്റ് കാൻഡിഡേറ്റേ അല്ല രമേഷ് പിഷാരടി. രമേഷ് പിഷാരടിയെ ജയിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഷുവറായിട്ടുള്ള ഏതെങ്കിലും ഒരു സീറ്റിൽ കൊണ്ട് നിർത്തി കോൺഗ്രസ് ജയിപ്പിക്കണം. അങ്ങനെ ഒരു സീറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ലീഗിൻ്റെ ഏതെങ്കിലും സീറ്റിൽ കൊണ്ട് നിർത്തി ജയിപ്പിച്ചെടുക്കണം. അല്ലാതെ പരീക്ഷണ സ്ഥലത്തമായ പാലക്കാട് രമേഷ് പിഷാരടിയെ കൊണ്ടുപോയാൽ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവിടെ വളരെ കൃത്യമായി രക്ഷപ്പെടുന്നത് അങ്ങനെ വന്നാൽ ശോഭാ സുരേന്ദ്രനായിരിക്കും. CPM-ന് അവിടെ യാതൊരു ഹോൾഡുമുള്ള മണ്ഡലമല്ല. ഡോക്ടർ ഷെരീനൊക്കെ മത്സരിച്ചിട്ടും അവിടെ ഒന്നും ക്ലച്ച് പിടിച്ചില്ല. അവിടെ അതേസമയം ഷാഫി പറമ്പിൽ നല്ല വോട്ട് പിടിച്ച സ്ഥലമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനും വലിയ വോട്ടാണ് അവിടെ കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഇപ്രാവശ്യം മത്സരിക്കുന്നില്ല. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടവും ശ്രീകണ്ഠൻ എന്നെങ്കിൽ VK ശ്രീകണ്ഠൻ പിന്നെ അവിടുത്തെ MP-യും തമ്മിലൊക്കെ സംസാരിച്ചു. അപ്പോൾ VD സതീശനോട് ആളുകൾ ചോദിച്ചു, അങ്ങനെ സംസാരിച്ച് ശരിയാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചാലും ഞാനിത് ചെയ്യും എന്നൊക്കെ, രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും സംസാരിക്കുന്നതിന് എന്താ തെറ്റ് എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇങ്ങനെയൊക്കെ ചോദിച്ചെങ്കിലും വളരെ കൃത്യമായി വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പാലക്കാട് രമേഷ് പിഷാരടിയുടെ പേരിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. രമേഷ് പിഷാരടി മത്സരിക്കുമായിരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി മോഹം ഇപ്പോൾ കറങ്ങുന്നുണ്ട്. അങ്ങനെ മത്സരിച്ച് മാത്രമല്ല, ബിഗ് ബോസിലെ അഖിൽ മാരാർ ഇപ്പോൾ 2020 സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് വന്ന ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എവിടെ ചേർന്നു? BJP ചേർന്നു. അദ്ദേഹം ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പൊളിറ്റിക്കൽ വർക്കർമാർക്കൊന്നും ഒരു കാര്യമില്ല. അവരങ്ങനെ വർക്ക് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ ഇപ്പോൾ എല്ലായിടത്തും വരുന്നത് സെലിബ്രിറ്റികൾ, പെർഫോമേഴ്സിൻ്റെ കാലമാണ്, സെലിബ്രിറ്റികളുടെ കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും രമേഷ് പിഷാരടി മത്സരിക്കുകയാണെങ്കിൽ സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ വലിയ വോട്ട് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന അതിശക്തയായ BJP നേതാവിൻ്റെ മുന്നിൽ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് ഈസി വാക്ക് ഓവർ ആകാനാണ് സാധ്യത. പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ രമേഷ് പിഷാരടിയാണ് എതിരായിട്ട് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മത്സരിച്ചാൽ ശോഭാ സുരേന്ദ്രന് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. CPM-ന് എന്തായാലും അവിടെ സീറ്റും വോട്ടും ഒന്നും ഉണ്ടാവുന്ന കഥയല്ല ഇപ്പോൾ പാലക്കാടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് എഫക്റ്റ് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് വലിയ അടിയാകും. അതേസമയം ഇപ്പുറത്ത് BJP സംബന്ധിച്ചിടത്തോളം അവർ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. പാർട്ടി സംഘടനാപരമായി കൃഷ്ണകുമാർ ഗ്രൂപ്പെന്നും പ്രമീളാദേവി ഗ്രൂപ്പെന്നും ശിവരാജൻ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് പല ഗ്രൂപ്പുകളും സംഘപരിവാറും BJP ആയിട്ടൊക്കെ പല ഡക്ക് ഓഫ് വാർ അവിടെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്യാൻ കഴിയുന്ന, അതിനെയൊക്കെ മറിക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റാണ്, അല്ലെങ്കിൽ അതിനെയൊക്കെ എടുത്ത് മാറ്റി ജയിക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ ശോഭാ സുരേന്ദ്രനോടൊപ്പം രമേഷ് പിഷാരടിയെ ഇട്ടത് ശരിയായില്ല. വല്ലപ്പോഴും അസംബ്ലിയിൽ ഒരു തമാശ സ്കിറ്റെങ്കിലും കേൾക്കണമെങ്കിൽ രമേഷ് പിഷാരടിയെ ജയിക്കുന്ന ഏതെങ്കിലും ഒരു സീറ്റിൽ കൊണ്ട് പരീക്ഷിക്കണം. മലപ്പുറത്ത് ഏതെങ്കിലും ലീഗിൻ്റെ സീറ്റിൽ പരീക്ഷിച്ചാലും മതി. അല്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായി ജയിക്കും എന്ന് സാധ്യതയുള്ള ഒരു സീറ്റിലേക്ക് രമേഷ് പിഷാരടിയെ പരിശോധിക്കുക, അല്ലെങ്കിൽ പരിഗണിക്കുക. ഇപ്പോൾ രമേഷ് പിഷാരടി വരുന്നു, പ്രേംകുമാർ വരാൻ സാധ്യതയുണ്ട്. സിനിമാ നടൻ പ്രേംകുമാർ, നേരത്തെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനൊക്കെ ആയിരുന്നു പ്രേംകുമാർ, വരാൻ സാധ്യത. അപ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ സെലിബ്രിറ്റികളായിട്ടും പല രൂപത്തിലൊക്കെ ഇതിനകത്ത് സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുണ്ട്. എന്തായാലും പാലക്കാടിൻ്റെ
ചരിത്രം പരിശോധിക്കുമ്പോൾ ഇപ്രാവശ്യം പഞ്ചായത്ത് നഗരസഭാ തിരഞ്ഞെടുപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ കാര്യമൊക്കെ വെച്ചപ്പോൾ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നഗരസഭയിൽ കുറച്ച് സീറ്റ് കുറഞ്ഞെങ്കിലും അല്ലാതെ പഞ്ചായത്തുകളിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുന്നേറ്റം ശോഭാ സുരേന്ദ്രന് അനുകൂലമായി വരുമോ എന്നുള്ളതാണ് ചോദ്യം. വരാനാണ്. രമേഷ് പിഷാരടി ആണെങ്കിൽ ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള ഒരു നീക്കുപോക്ക് നടക്കാനുള്ള എല്ലാ സാധ്യതയും ഇവിടെയുണ്ട്. മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ തൃശ്ശൂരിലേക്ക് പത്മജ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പത്മജ ചുവരെഴുത്തും പരിപാടികളും, പത്മജയുടെ പേരെഴുതിയിട്ടില്ല, പക്ഷേ പത്മജ വേണുഗോപാൽ അവിടെ പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പത്മജ വേണുഗോപാൽ തൃശ്ശൂരും ശോഭാ സുരേന്ദ്രൻ പാലക്കാടുമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന വലിയ ഹൈപ്പ് BJPക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയിലാണ് വൈക്കത്തെ മുൻ MLA CPIയുടെ MLA ആയിട്ടുള്ള അജിത്തിനെ, ആശയ്ക്ക് മുമ്പേ ഉണ്ടായിരുന്ന അജിത്ത് എന്ന് പറയുന്ന MLAയെ BJP കൊണ്ടുപോയി. അപ്പോൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പല വഴിക്കും പലരെയും പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസിൽ നിന്നും CPI നിന്നും CPM നിന്നും ഒക്കെ അല്ല ക്രോസ് ബാർ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്രിസ് ക്രോസ് ആയിട്ട് ആളുകൾ പോകുന്ന പുതിയ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് ആരാരെ കൂടെ പോകുന്നു, എവിടെ നിൽക്കുമെന്നോ, എവിടെ സ്ഥാനാർത്ഥിയാവുന്നൊന്നും ഒന്നും പുരിയാത്ത തിരിയാത്ത, കാരശ്ശേരി മാഷിൻ്റെ ഭാഷ പറഞ്ഞാൽ ഒന്നും തിരിയുന്നില്ല. ആ തിരിയാത്ത പുതിയ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. എന്തായാലും പുതിയ യാത്ര കേരളത്തിൽ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞു. അത് വന്നു കഴിയുമ്പോൾ അവർ 50 പേരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കോൺഗ്രസ് തയ്യാറാക്കി ഡൽഹിയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇന്നലെ മസ്തൂൻ മസ്കറിയുമായിട്ട് മധുസൂദനൻ മസ്കറിയുമായിട്ട് ഇന്നലെ നമ്മുടെ PD സതീശനും സണ്ണി ജോസഫും ചർച്ചയ്ക്ക് പോയിരുന്നു. 50 പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഒരാഴ്ചക്കകത്ത് ആ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യും. ആ ലിസ്റ്റിൽ രമേഷ് പിഷാരടി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും പാലക്കാടേക്ക് ശക്തനായ ഒരു പേര് രമേഷ് പിഷാരടിയെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു. പത്തനംതിട്ടയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പോയി ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ കോട്ടയം കടുത്തുരുത്തിയിലുള്ള രമേഷ് പിഷാരടിയെ കൊണ്ടുപോയി നിർത്തിയാൽ ജയിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ചിന്ത. കാരണം അദ്ദേഹം രമേഷ് പിഷാരടി എല്ലാവർക്കും അറിയാവുന്നൊരു കാൻഡിഡേറ്റാണ്. പക്ഷേ ആ ചിന്ത പാലക്കാട് തന്നെ വലിയ വേരുകളുള്ള ശോഭാ സുരേന്ദ്രൻ ഉള്ളപ്പോൾ എങ്ങനെ വിജയിക്കും എന്നുള്ളതൊരു വലിയ തർക്കമാണ്. എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ ശോഭാ സുരേന്ദ്രനും വരട്ടെ അസംബ്ലിയിൽ, രമേഷ് പിഷാരടിയും വരട്ടെ. കാരണം അസംബ്ലി കൂടുതൽ സമ്പന്നമാകും. വനിത എന്നുള്ള നിലയിൽ ശോഭാ സുരേന്ദ്രനും, കോമഡി അവതരിപ്പിക്കുന്ന കാര്യം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള നിലയിൽ രമേഷ് പിഷാരടിയും വരുന്നത് കലാരംഗത്തിൻ്റെ ഒരു സംഭാവനയാണ്. ഇതിനിടയിലാണ് വേറൊരു വാർത്ത കേൾക്കുന്നത്. വാർത്തകൾക്കൊരു ക്ഷാമവുമില്ല. ചെങ്ങന്നൂരിൽ സജി ചെറിയാനെതിരെ സിനിമാ സംവിധായകരുടെയും സിനിമാ വ്യവസായികളുടെയും ഒരു കാൻഡിഡേറ്റ് വരുന്നു. സജിയെ തോൽപ്പിച്ചിരിക്കും, കുറേ വോട്ടെങ്കിലും പിടിച്ചു മാറ്റിയിരിക്കുമെന്ന് പറഞ്ഞ് സിനിമാ വ്യവസായികളുടെ ഒരു കാൻഡിഡേറ്റും വരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിൽ ഓരോ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെ വിചിത്രമായിട്ടുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റുകളും സ്ഥാനാർത്ഥി പേരുകളുമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ വരുന്ന ഒരു വിസ്മയമാണ് രമേഷ് പിഷാരടി പാലക്കാട്.